അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഡേ എന്നാണ്? ഉത്തരം മെയ് 8. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1863 ഒക്ടോബർ 29. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്താണ്? ഉത്തരം സേവനം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം? ഉത്തരം 1920. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ള. വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം. ഇന്ത്യയിലെ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം? ഉത്തരം 25. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഏതു ജില്ലയിലാണ് മലയാളക്കരയിൽ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത്? ഉത്തരം പാലക്കാട്. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഉത്തരം കൗൺസിലർ. യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന? ഉത്തരം റെഡ് ക്രോസ്. റെഡ് ക്രോസിൻ്റെ മുഖവാക്യം? ഉത്തരം മാനവികതയുടെ കരുത്ത്. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന? ഉത്തരം റെഡ് ക്രോസ് 3 തവണ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡുനന്റ് ജനിച്ചത് എന്നാണ്? ഉത്തരം 1828 മെയ് 8. സോൾഫെറിനോ യുദ്ധം ഏതു വർഷമായിരുന്നു? ഉത്തരം 1859 ഇറ്റലിയിൽ. ജീൻ ഹെൻറി ഡുനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം? ഉത്തരം 1862. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം? ഉത്തരം വഞ്ചിയൂർ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5.
ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധാ പട്കർ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974 ജൂൺ 5. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമേത്? ഉത്തരം 1966. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമേത്? ഉത്തരം മധ്യപ്രദേശ്. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം കൊളംബിയ. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? ഉത്തരം KM മുൻഷി. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം പെരിങ്ങളം, കോഴിക്കോട്. കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ്. കേരളത്തിലെ ആദ്യ പക്ഷി സംഗീതം? ഉത്തരം തട്ടേക്കാട്, എറണാകുളം. ഒറ്റ വിത്തുള്ള ഫലം? ഉത്തരം തേങ്ങ. കേരളത്തിലെ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല? ഉത്തരം കൊല്ലം. കാഷിയ ഫിസ്റ്റുല ഏതു പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം? ഉത്തരം മംഗളവനം. ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 16.